മൗലികമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന കേരളം, ആ കേരളത്തിന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. നമ്മൾ മുമ്പെല്ലാം KSYF-ന്റെ എല്ലാം ഭാഗമായിട്ട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നത് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ എന്ന്. അത് ശരിയാണ്. എപ്പോഴാണോ മുതലാളിത്തം അവസാനിക്കുന്നത് അന്ന് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിക്കുന്നുള്ളൂ എന്നും നമ്മളന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ കേരളം മാറി. കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു, മൗലികമായ മാറ്റം സംഭവിച്ചു. കുട്ടിക്കൃഷ്ണ മേനോൻ കമ്മീഷന്റെ ഭാഗമായിട്ട് സഖാവ് EMS എഴുതിയ വിയോജനക്കുറിപ്പ് കേരളത്തെ മാറ്റുക എന്ന് പറയുന്നത്, കേരളത്തെ പുരോഗമിപ്പിക്കുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഭൂബന്ധത്തിൽ. അതാണ് ജന്മിത്വം അവസാനിപ്പിക്കാൻ നമുക്കായത്. ആ ജന്മിത്വം അവസാനിപ്പിച്ചതോടുകൂടി വന്ന പുതിയ സാഹചര്യത്തിൽ ഒരു ബദൽ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാം. അതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ഒരു മുതലാളിത്ത സമൂഹത്തിലും സാധിക്കാത്ത ഒരു കാര്യം കേരളത്തിൽ നമുക്ക് നേടാം. അപ്പോൾ കേരളത്തിന് KDSCന്റെയും എക്കണോമി മിഷന്റെയും എല്ലാം ഭാഗമായി, വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കാൻ സാധിച്ച സാഹചര്യത്തിൽ വലിയ നിക്ഷേപം കൂടി ഉപയോഗിച്ച് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷന്റെ 7000+ ആയി. ഇപ്പോഴും 20,000 ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ഐഡിയകളുണ്ട്. നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള പുതിയ കണ്ടെത്തലുകളുണ്ട് നമ്മുടെ ചെറുപ്പക്കാർ. അതിപ്പോൾ 7,000 കടന്നു. അത് 20,000-ലേക്ക് എത്തണം. അപ്പോഴാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും. ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയണം. ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഞാൻ ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് മിഷനാണ്. സ്റ്റാർട്ടപ്പ് മിഷൻ ലോകത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയാണ് കേരളത്തിന്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളം ലോകത്തിന്റെ മുൻപിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ബദൽ സംവിധാനത്തിന്റെ നാടായിട്ട് മാറിയിരിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ ഇടയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. UDF-നും BJP-ക്കും ഒന്നും കേരളവുമായിട്ട് ബന്ധപ്പെട്ട പുരോഗമനപരമായ ഒരു നിലപാട് മുന്നോട്ടേക്ക് വെക്കാനില്ല. കാരണം ലോകത്തൊരു പ്രതിപക്ഷവും കൈകാര്യം ചെയ്യാത്ത നിലപാടാണ് ഇവിടെ VD സതീശനും പ്രതിപക്ഷവും കൈകാര്യം ചെയ്തത്. ഒരു വികസന പ്രവർത്തനത്തെയും സഹായിക്കില്ല, ഒരു വികസന പ്രവർത്തനത്തെയും അംഗീകരിക്കില്ല. ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ തെരഞ്ഞെടുപ്പിൽ അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അതുതന്നെയായിരിക്കും. കാരണം അവരുടെ ഷീട്ടില്ലാതെ കേരളം ലോകോത്തരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വികസനത്തെ മറച്ചുവെക്കാനോ വികസന പ്രക്രിയയിൽ നിന്ന് മാറി നിന്ന് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നീതീകരണം കിട്ടാനോ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ ജനങ്ങൾ വിചാരണ ചെയ്യും. അതിപ്പോഴ് കോൺഗ്രസും BJP-യും അഭിമുഖീകരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യം തന്നെയാണ്. ഒന്ന്, വർഗീയതയുടെ അപകടം. UDF ഉൾപ്പെടെ ചേർന്ന് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയുമായിട്ട് മുമ്പോട്ടേക്ക് പോവുക. അതോടൊപ്പം കേരളത്തിന്റെ വികസനം, അതിനെ മുരടിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയാണ്. കേരളം നേടിയ വികസനത്തെ ലോകോത്തരമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവർക്ക് അനുഭവവേദ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ആകെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം VMS-ന്റെയും AKGയുടെയും സ്മരണ പുതുക്കുന്ന 19 മുതൽ 22 വരെ ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന അനുസ്മരണ സമ്മേളനങ്ങളിൽ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഈ പരിസ്ഥിതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കാൻ നമുക്ക് പ്രാപ്തിയുണ്ട്, ശേഷിയുണ്ട്, കഴിവുണ്ട്. ആ കഴിവ് പൂർണ്ണമായിട്ടും ജനവിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണമെന്നും സഖാവ് AKGയെ പോലെ
VMS പോലെ ഈ രണ്ട് മഹാരഥന്മാരായ വിപ്ലവകാരികളായ ഈ കേരളം ലോകത്തിന് നൽകിയ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ സ്മരണ നമ്മൾ ഒന്നുകൂടി ഈ പ്രത്യേക ദിനങ്ങളിൽ പുതുക്കുകയാണ്. സഖാവ് AKജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആ പാത പിന്തുടർന്ന് ഓരോ കമ്മ്യൂണിസ്റ്റിനും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. തെറ്റായ പ്രവണതകളെല്ലാം അതിജീവിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും മുന്നേറും. അതാണ് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രം.